ഗുഡ് ഈവനിങ് എവറി വൺ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. നമ്മൾ എന്നും പറയാറുണ്ട്, ഓരോ ദിവസവും തുടക്കമാണ്. ഇന്നലകൾ നമ്മൾ മറച്ചു വെച്ച അധ്യായത്തിലേക്കല്ല, പുതിയ താളുകൾ മറിക്കാനുള്ളതാവണം ഓരോ ദിവസവും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പുതിയ തുടക്കമാണ്. എന്തിന്റെ? പുതിയ ജീവിതത്തിന്റെ, പുതിയ ചിന്തയുടെ, പുതിയ ജ്ഞാനത്തിന്റെ, പുതിയ ഉണർവിന്റെ, പുതിയ ഉന്മേഷത്തിന്റെ, എല്ലാത്തിനെയും കൂടി പുതിയ തുടക്കമാണ് ഓരോ ദിവസവും എന്നറിയുക. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഒരു ഗുളികയെ പണ്ട് പറഞ്ഞു തന്നിരുന്നു, അല്ലെ? ഓർമ്മയുണ്ടോ എത്ര പേർക്ക്? അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ബോധതലത്തിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോൾ ആദ്യം ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. അത് മറക്കാതിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ സമസ്ത മേഖലയിലും നമ്മൾ സന്തോഷം നിലനിർത്തുകയും ആ സന്തോഷത്തിലൂടെ മാത്രമേ ജീവിതം നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവ്. ഓരോ ആളും പുതിയതായി ക്ലാസ്സിൽ വരുന്നവരൊക്കെ പറയണ്ടു, എവിടെയോ എന്തോ ഞങ്ങളെ ആകർഷിക്കുന്നു ഈ യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ അൺകണ്ടീഷണലായി നിങ്ങൾക്ക് നൽകുന്ന ഈ സ്നേഹം, ഈ സന്തോഷം, ഇതാണ് നിങ്ങളെയും അതിലെത്തിക്കുന്നത് എന്നറിയുക. ആ കണ്ടീഷൻ, ആ ഒരു സംഭവം മാത്രമാണ് ഇവിടുത്തെ മാജിക് എന്നറിയുക. ആ മാജിക്കിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടി തയ്യാറായി നിൽക്കുക. എന്തിനുള്ള? മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇന്നിപ്പോ നമ്മളിപ്പോ ഇവിടെ ആദ്യത്തെ നേരത്തെ ബിസിനസ് ക്ലാസ് കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഒരുപാട് ആൾക്കാർ ചേർന്നു. ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും അതിലൂടെ നടത്തിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒക്കെ അവിടെ പറഞ്ഞവരും ഇനി പറയുന്നവരും അതുപോലെ ആയിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ നമ്മള് 10 days മിറാക്കിൾ ലൈഫിന്റെ ക്ലാസ്സും ഇന്ന് കഴിഞ്ഞു. യൂട്യൂബിൽ, വാട്സപ്പിൽ നിങ്ങൾക്ക് അതിന്റെ ഓഡിയോ 3 ഓഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. കേൾക്കുക, അറിയുക, മാറ്റപ്പെടുത്തുക ജീവിതത്തെ. അതിലൂടെ മാത്രമേ ജീവിതം നമുക്ക് സന്തോഷകരമായി ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരോടും ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്നുള്ള പുസ്തകം കുറച്ച് പഴയ രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടില്ലേ, പക്ഷേ അമേസിങ് പുസ്തകമാണ്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഞാൻ മലയാളമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പുസ്തകത്തെ പറ്റിയിട്ടല്ല, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതെവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ എല്ലാ ബുക്ക് സ്റ്റാളിലും പോയി അന്വേഷിക്കുക. ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോ നിങ്ങൾ പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ ആമുഖമായി ഞാനിപ്പോ അദൃശ്യമായിട്ട് എടുത്തു വെച്ച് കണ്ടത് കൊണ്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഒരു ടൈം തരാം. സംസാരിക്കാനുള്ളവർക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായി ക്ലാസ് എടുക്കുന്നത് വളരെ ഷോർട്ടായിട്ട് പറയണം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാനുള്ള സംസാരിച്ചോ പെട്ടെന്ന്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്ത് നേടി? ട്രെയിനിനെ പിടിച്ചു നിർത്തിയ കഥകളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത് പറയാനുള്ള ഹാപ്പിനെസ് പറയാനുള്ളവർ മാത്രമേ ഷെയർ ചെയ്യാവൂ. യെസ്, പറയൂ. ഞാൻ പറയട്ടെ? പറഞ്ഞു. ഞാൻ തുടങ്ങാം. യെസ്. ഞങ്ങള് വ്യാഴാഴ്ച വെളുപ്പിനെ ഇവിടുന്ന് വെസ്റ്റ് കോസ്റ്റിന് കയറി പാലക്കാട് ഇറങ്ങി. പാലക്കാട് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ വണ്ടി നിർത്തിയെ. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പൊ ആ എഞ്ചിൻ ഡ്രൈവറോട് ചോദിച്ചു, ഈ തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്? അയ്യോ, വണ്ടി ഇപ്പൊ വിടുവല്ലോ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ്. എൻ്റെ കൂടെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഞങ്ങള് സ്റ്റെപ്പ് കയറി താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അനിയത്തിനോട് റെഡി, വണ്ടി നിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നുണ്ട്, കേരളേ, വണ്ടി പോവാണ്, കേരളേന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്നോട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വണ്ടിയെ തന്നെ പോണമല്ലോ, ഈ വണ്ടിയെ തന്നെ പോണം. അപ്പൊ എവിടുന്ന് ഒരു പയ്യൻ ഓടി വന്ന് ഇതിനകത്ത് കയറുന്നു. അപ്പൊ എനിക്ക് പറയാ, വണ്ടി പോയി, ഇനിയിപ്പോ 11:30 ഉള്ളൂ. ഞാൻ പിന്നെയും പറയാ, ഞങ്ങൾക്ക് ഈ വണ്ടിയെ തന്നെ പോണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ വണ്ടി അവിടെ സ്റ്റോപ്പായി. ഞങ്ങള് 3 കയറി വണ്ടി പോവുകയും ചെയ്തു. അങ്ങനെ സുഖമായിട്ട് പഴനിയിലെത്തി. നല്ല ദർശനം കിട്ടി. 2 പ്രാവശ്യം കയറി. പഴനിക്ക്. ആത്മാർത്ഥമായി നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും, അല്ലെ? അതിന് യാതൊരു തർക്കമില്ല, അല്ലെ? അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരാള് നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ കണ്ടത്,
ഒരാഴ്ച മുമ്പ് എടുത്ത ലോട്ടറി ടിക്കറ്റ് അല്ലേ? ആനന്ദവല്ലി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഭയങ്കര രസമായിരുന്നു അത്. ആനന്ദവല്ലി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സാറേ അത് പറഞ്ഞു. കൂടാതെ നമ്മുടെ 1212 സാർ എഴുതാൻ പറഞ്ഞില്ലേ? ആ അതെഴുതി ഇന്ന് വൈകിട്ടായപ്പോ എനിക്ക് കുറച്ച് പൈസ കിട്ടി. മകന്റെ വണ്ടി വിറ്റ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് കൂടാതെ എന്റെ ചേട്ടത്തിയമ്മയുടെ ഒരു റെക്കോർഡ് കാണാതെ പോയി. അവളുടെ ജോലി സംബന്ധമായ റെക്കോർഡുകളല്ല. ഇന്നലെ മുതൽ പുള്ളി തിരയാണ്. എന്നോട് വിളിച്ചു ചോദിച്ചു, ഇയാടെ കയ്യിലുണ്ടോടെ ഒന്ന് നോക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലില്ല, അതിനി വീട്ടിലുണ്ടോന്ന് അമ്മയോട് നോക്കാം. അമ്മ നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇയാളൊരു കാര്യം ചെയ്യാം, IR5 ദിസ് സിറ്റുവേഷൻ ഒന്ന് പ്രാർത്ഥിച്ച് ഇയാൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് നോക്കുന്നു. വീട്ടിൽ ചെന്ന് അലമാര തുറന്ന് സാരി വലിച്ചിട്ടപ്പോൾ ആ റെക്കോർഡുകൾ ഫുള്ളായിട്ട് അയാളുടെ മുന്നിലേക്ക് വന്നു. ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷത്തിനോട് റെഡി കിട്ടിയെന്ന് ആകെ ഹാപ്പി ആയിരുന്നു. താങ്ക് യു. അത്രയും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന അഫർമേഷൻസ് ആണ് IR5 ദിസ് സിറ്റുവേഷൻ. പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ ആനന്ദവല്ലി എന്ന് നേരത്തെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് ഇങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മോതിരം അല്ലെ, അവരും പ്രാക്ടീസ് ചെയ്ത് മോതിര മറ്റേ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷെ അതിനുവേണ്ടി ശ്രദ്ധിച്ചേ ഇല്ല. ഇന്ന് വെറുതെ ലോട്ടറി ടിക്കറ്റ് തെരഞ്ഞു നോക്കിയപ്പോൾ അതിൽ 5000 രൂപയുടെ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കില്ല എന്നാണ് ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ആൾക്കാർക്ക് പറയാനുള്ളത്. മറ്റുള്ള ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇൻവൈറ്റ് ചെയ്തോ പെട്ടെന്ന്. നേരത്തെ ക്ലാസ്സിനെ പറ്റി ആരോ എന്തോ പറയാൻ വന്നല്ലോ, അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ ജോലി. ഡിസംബറിൽ ഒരു 3 മാസം മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷൻ ബോർഡിന്റെ ക്ലാസ്സിൽ ചോദിച്ചാൽ പോരെ? അല്ലല്ല, ഞാൻ അതില് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു 3 മാസം മുമ്പ്. വിഷൻ ബോർഡ് തയ്യാറാക്കി സാറിന്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്രീ ക്ലാസ് എല്ലാം കൂടിയായിരുന്നു. അപ്പൊ എന്റെ ഒരു കമ്പനി 12 ദിവസം ഞാൻ നടത്തി. അങ്ങനെ 3 വർഷമായിട്ട് വാടകയ്ക്ക് ചോദിച്ചായിരുന്നു. അപ്പം അയാൾ മാറത്തില്ലായിരുന്നു. ശനിയാഴ്ച ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ശബ്ദം കൂട്ടി സംസാരിക്കാമോ? കേൾക്കുന്നു വളരെ കുറവ്. ഞാൻ നാളെ 8 മണിയാകുമ്പോ റീഓപ്പൺ ചെയ്യുകയാണ്. മനസ്സിലായില്ല ജോലി പറഞ്ഞത്, ഒന്നുകൂടി പറയാം. ബ്ലൂടൂത്ത് ഓഫ് ചെയ്തിട്ട് പറയാം. അല്ല, ബ്ലൂടൂത്ത് ഓഫ് ആക്കുക. ശബ്ദം വളരെ കുറവ്. ഹലോ. പറയൂ. സാറേ, ഞാൻ എന്റെ കമ്പനി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടു. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഞാൻ 3 വർഷമായിട്ട് എന്റെ കമ്പനി വാടകയ്ക്ക് പോയിരിക്കുമായിരുന്നു. ഒരു മിനറൽ വാട്ടർ കമ്പനിയാണ്. അപ്പം ശനിയാഴ്ചയോട് കൂടി ആ വാടകക്കാരൻ ഒഴിഞ്ഞു തരാന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു. അയാളെ മാറ്റി നാളെ 8 മണിയാകുമ്പോ ഞാൻ റീഓപ്പൺ ചെയ്യുക എന്റെ കമ്പനി. റെഡി. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചർ. എനിക്ക് വേണം. തീർച്ചയായിട്ടും ഇപ്പോഴും കൂടെയുണ്ട്. ഇതിന്റെ ആയിരുന്നു ഇന്നത്തെ നമ്മളൊരു ബിസിനസ് ക്ലാസ്സും നിങ്ങളെ പോലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഒരു അലൈൻമെന്റ് ആയിരുന്നു ഉണ്ടായത്. ഫണ്ടിലായിരുന്നു സാർ. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഫണ്ടിലായിരുന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ തീർച്ചയായിട്ടും കയറും. നെക്സ്റ്റ് സെഷൻ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇതുപോലെ വളരെ ഫലപ്രദമായ രീതിയിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. സന്തോഷം. ഏതായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൂടുതൽ ഉയരങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇത് എവിടെയാണ് മിനറൽ വാട്ടറിൽ? ഇത് പാലാഴി, ഭരണങ്ങാനം. ഓക്കെ, ശരി. പാലാഴി എന്ന കമ്പനിയുടെ പേര്, വെള്ളത്തിന്റെ പേര്. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്. ഇനി ആരും സംസാരിക്കാനല്ലേ? വലിയ ക്ലാസ്സിലേക്ക് കിടക്കണേ. അപ്പൊ അൺമ്യൂട്ട് എല്ലാം ക്ലോസ് ചെയ്യണേ. പ്രജീഷ് എന്നും പറയുന്നുണ്ടോ? പ്രജീഷ്. ഹലോ സാർ. ഹലോ സാർ. പറയൂ ഷിജ. ഹലോ സാർ. സാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്. കേൾക്കാമോ സാറേ? കേൾക്കാം. ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സാർ യൂട്യൂബിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ എനിക്കൊരു അമേസിംഗ് ആയിട്ടൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ വന്നത്.
തന്നെ ഞാൻ പറയൂ. ഒരു ബിസിനസിന്റെ കാര്യത്തിന് മീറ്റിങ്ങിന് പോയേക്കായിരുന്നു. ഓടി വന്ന് കയറിയതേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് നോക്കിയതേ ഉള്ളൂ. അപ്പം 6 മണിക്കത്തെ ക്ലാസ്സിന് എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒരു ബിസിനസിന് വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു. വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ ഓടി വന്നു പിന്നെ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് അപ്പൊ ഇതൊന്ന് പറഞ്ഞില്ലെങ്കിലും ശരിയാകത്തില്ലോ എന്ന് എഴുതിയിട്ടാണ്. അതെനിക്കുണ്ടായ അനുഭവം എന്ന് പറയാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു സന്ദർഭത്തിന്റെ കാര്യമായിരുന്നു. അതായത് എനിക്കൊരു രാത്രി പെട്ടെന്ന് എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് സാറിന്റെ ക്ലാസ് കേട്ടതേ ഉള്ളായിരുന്നു. എങ്കിലും അത് പൈസക്ക് ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് കേട്ടപ്പോ അതിനു വേണ്ടി ഞാൻ പെട്ടെന്ന് മനസ്സ് ശാന്തമാക്കി. പെട്ടെന്ന് ശമ്പളം പടങ്ങിരുന്ന് ഞാൻ വേഗത്തില് കണ്ണൊക്കെ അടച്ചിരുന്നു. ഭയങ്കര വിശ്വാസത്തോടുകൂടി ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി രാത്രി പറയുന്നത്. അപ്പൊ എനിക്ക് 6000 രൂപ വെച്ച് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അത് 100 വേണമായിരുന്നു. എനിക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാനാ. ഞാൻ അങ്ങനെ ഇപ്പം ഇത്ര മഹത്തായ ഒരു ക്ലാസ് കേട്ടിട്ട് ഞാൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ വേഗം വന്നു. എന്നിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്ത് അതിനുവേണ്ടി കാത്തിരുന്നു. രാത്രി 12:27 ആയപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് 60,000 രൂപ വന്നു. ഞാൻ 6,000 രൂപയ്ക്ക് വേണ്ടി ഇരുന്നപ്പോ രാത്രി 12:27 ആയപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് 60,000 രൂപ വന്നു. എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അത്. കാരണം അത്ര മാത്രമായിരുന്നു. എനിക്ക് എന്തോ ഒരു നന്ദി. പക്ഷെ എനിക്ക് അന്നേരം വിളിച്ച് പറയാം, ഞാൻ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാനിന്ന് 1000 രൂപ ആയിട്ട് ഇതിനകത്ത് കയറിയത് പറയാൻ. പിന്നെ സാറേ വേറെ നേരത്തെ ഞാൻ കണ്ടപ്പം വേറെ എനിക്ക് 2 അനുഭവം കൊണ്ട് സാറ് റേഞ്ച് കട്ടായിപ്പോയി. റേഞ്ച് കട്ടായിപ്പോയി അവിടെ അല്ലേ? അടിപൊളിയാണല്ലോ അല്ലേ? സന്തോഷം സന്തോഷം. അല്ല ഇത് ഇവിടെ റേഞ്ച് കട്ടായതാ അവിടെ കട്ടായത്? നിങ്ങളെല്ലാരും അവിടെ നിങ്ങളെല്ലാരും സ്റ്റാച്ചു നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ആ സജീവിനൊക്കെ കാണി ഇങ്ങനെ സ്റ്റാച്ചു ആയി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയായി ഇനി ഇവിടെ റേഞ്ച് പോയെന്ന്. കണ്ടിന്യൂ. ആ കേൾക്കാം. പ്ലീസ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു തെങ്ങ്, അതിനകത്തില് പുറത്തെ 3 ഭാഗമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ അകത്ത് ചിരട്ട പോലും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു വെട്ടിക്കളയാൻ പറഞ്ഞു. ഞാൻ ഓർത്തു സാറിന്റെ ക്ലാസ്സിനെ പറ്റി ഞാൻ ഓർത്തിട്ട് ആ തെങ്ങിനെ ചെന്നിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, നീ ഇതിനകത്ത് നല്ല ഫലം തരുന്നോട്ടെ. ഞാൻ തെങ്ങിനെ തലോടിയിട്ട് തെങ്ങിന് ഐ ലവ് യു പറഞ്ഞു ഒരു കിസ് കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ തൊട്ട് തലോടിയിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു കുരിശും വരച്ച് പ്രാർത്ഥിച്ചു. ജസ്റ്റ് ഞാൻ കയറി പോരുന്നു. ഒത്തിരി താങ്ക്സ് പറയും സാറേ. പാചകത്തിന് അതൊക്കെയാണ് സാറേ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം ഒന്നിനും പ്രയോജനമില്ലാതിരുന്ന ഒരു തെങ്ങയില് പിറ്റേ പ്രാവശ്യം കൊണ്ട് അത് കാഫലം അതിനകത്തിലെ നല്ല തിങ്ങിയ പരിപ്പോടുകൂടി നല്ല 1-ാം തരം തേങ്ങാ വെള്ളമാണെങ്കിൽ വളരെ സുന്ദരമായ ആ തേങ്ങാ വെള്ളവും അത് ഭയങ്കര അത്ഭുതമാണ്. ആ അത്ഭുതം കൊണ്ട് ഞാൻ തൊട്ട് പടിഞ്ഞാറേ വീട്ടിലുള്ള അവിടെ മാവ് ഇതുപോലെ കേടായിരുന്നു. മാങ്ങ മൊത്തം ഉണ്ടായ കാലം ഈ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയുടെ അത് ഇതുപോലെ ഞാൻ ഒരു ചില്ല ഞാൻ ചായയിട്ട് ഐ ലവ് യു എഴുതി. ഐ ലവ് യു താങ്ക്സ് പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം കായ ഉണ്ടാകുമ്പോൾ നിറയെ കായ്ഫലം വേണം. അതുപോലെ തന്നെ ആ മാവ് അനുസരിച്ച് കേട്ടു. അതേ ഇഷ്ടം പോലെ മാങ്ങ നമ്മുടെ ഈ ചുറ്റുപാടുള്ള അനേക സ്ഥലത്തു നിന്നും ആ മാവിന് ചൂണ്ട ആളുകൾ വന്നു മധുരമേറിയ മാമ്പഴം സാറേ അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് എങ്ങനെ തന്നെ വർണ്ണിക്കണം എന്ന് പറയുമ്പോ അത്ര മാത്രം മഹത്തരമാണ് സാറേ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ സംശയിക്കാതെ പറയണം. ആ സംശയം നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. മനസ്സ് ശാന്തമല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇതാണ് വളരെ പ്രധാനമായി മാം അത് വളരെ വ്യക്തമായ ശ്രീജമ്മ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. ഇതിന്റെ ഏറ്റവും ഫണ്ടമെന്റ് മനസ്സിലായി. ശാന്തമായ മനസ്സിൽ വിശ്വാസത്തോടു കൂടി പറയുന്നത് എല്ലാം സംഭവിച്ചിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പക്ഷെ അതിന് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇന്ന് പറയുന്ന ഈ സന്ദർഭവും നമ്മൾ ഇന്നത്തെ ക്ലാസ് 2 ഒന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2 ഒരേ. യെസ് റസിയ പറഞ്ഞോ. ആരാത്? സീനത്തിന്റെ മകളാണോ? വാ, നിന്നല്ലേ നമുക്ക് എടുക്കേണ്ടത്. കൊച്ചു മിടുക്കി. എന്നെ അന്ന് വട്ടത്തിലാക്കി നീ കൊടൈക്കനാല് പോയപ്പോ ഗുണ കേവ് കാണാൻ പറ്റില്ല തിരക്കും കൊണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് ഉമ്മാനടുത്ത് പറഞ്ഞപ്പോ നമുക്ക് എപ്പോഴെങ്കിലും പോവാ പറഞ്ഞു.
ഉം. അപ്പൊ അത് ഇന്ന് തന്നെ സാധിച്ചു. പിന്നെ എന്ത് ഇന്നലെ ഞാൻ എന്താണ് എന്റെ എന്താ മോളെ സാധിച്ചത്? ഗുണ കേവ് ഗുണ കേവ് പോയി പാലക്കാട് ഒരു കണ്ടോ? എക്സിബിഷൻ വന്നിട്ടുണ്ട്. എവിടെ? പാലക്കാട് പാലക്കാടേക്ക് വന്നു ഗുണ കേബിള് ഇത് കേവ്. എക്സിബിഷൻ. ആ, എക്സിബിഷനിൽ പോയി. വാ, വണ്ടർഫുൾ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നീ ആളോ അടിപൊളി മാനിഫെസ്റ്റേഷൻ ആണല്ലോ. നീ കോഴിക്കോട് നിന്ന് ഒറ്റയടിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ബീച്ചിലൊക്കെ പോയി വന്ന കുട്ടിയല്ലേ. നമ്മളെ കൊച്ചു മിടുക്കി. പിന്നെന്താ, വേറെന്താ? വേറെ എന്താണ്, ഞാൻ ഇന്നലെ വിചാരിച്ചു എന്താണ് എന്റെ കുടുംബക്കാരത്തെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കാണണം വിചാരിച്ചു. അത് ഇന്ന് തന്നെ നടന്നു. അത് നടന്നു. ആഹാ, അമ്മ ക്ലാസ്സിൽ ചേർന്നിട്ട് ഫുള്ള് ബെനിഫിറ്റ് എടുക്കുന്ന മകളാണല്ലോ, കൊച്ചു മിടുക്കി. അവിടെ എത്ര ഇന്ന് കുട്ടികൾ കൊറേ വന്നു? ഏഞ്ചൽ നമ്പർസ് കണ്ടു. ആ, അടിപൊളി 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 മോളെ, എല്ലാവിധ സൂപ്പർ. നിങ്ങളുടെ താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും, നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ് ഉണ്ട് കേട്ടോ മോക്ക്. ഉം. കൊടുത്തു. താങ്ക് യു. സീനത്തെ ഇങ്ങനെ പോയാ പോരാ, കണ്ടോ? സീനത്ത് ക്ലാസ്സിൽ കയറി വന്നു, മകൾ എല്ലാ ബെനിഫിറ്റും എടുത്ത് പോകുന്നു. ഇതല്ലേ ഒരു സാർ അമ്മയുടെ ഇന്നലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. സാർ ഇന്നലെ മോള് ഇങ്ങനെ ഫോണിൽ കണ്ടപ്പോ എന്നോട് പറഞ്ഞേ, ഉമ്മച്ചി പാലക്കാട് വന്നിട്ട് നമ്മളന്ന് കൊടൈക്കനാല് പോയപ്പോ കാണാൻ പറ്റിയില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ നമുക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്നാണ് ഇന്നലെ ഹസ്ബൻഡ് വന്നപ്പോ ഒന്ന് കോയമ്പത്തൂര് പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ്, പ്രതീക്ഷിക്കാതെയാണ് അവൾക്കത് കാണാൻ പറ്റിയത്. അവൾക്ക് അതിന് ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ പറയട്ടെ, സാറോട് പറയട്ടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു. അപ്പൊ അവളിപ്പോ നല്ലതായിട്ട് കോഴിക്കോട് കൂടി വന്നപ്പോഴേ അവൾക്ക് ഭയങ്കര വിശ്വാസമായിപ്പോ. ഓരോ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുള്ളൊരു ഇതായി. മോളെ കൂടി ഇന്നും കൂടി കണ്ട. ഞാൻ ഇന്ന് വേണം കൊടുത്തു. അന്നേരം ആ മിടുക്കി കുട്ടി എന്നോട് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച് മോളെ. ഇനി മുതൽ ഓക്കെ, നമ്മള് ക്ലാസ്സിലേക്ക് എടുക്കാം. താങ്ക് യു. എന്താണ് സജിന, എന്താ പറയണ്ടോ? ഇല്ലല്ലോ, ക്ലാസ്സിലേക്ക് എടുക്കട്ടെ. സജിന അൺമ്യൂട്ട് ചെയ്ത് എന്താ പറയണ്ടാണോ? ലാസ്റ്റ് പറയാം. ഇല്ല, ഓക്കെ ഓക്കെ. സാർ നമസ്കാരം. യെസ് റസിയ. ഹലോ. റസിയ പറയൂ. അത് ഞാൻ ഒരു ചെറിയ ബിസിനസ് ആയിരുന്നേ. എനിക്ക് അത് ആകെ പരാജയത്തിലാണ്. എനിക്ക് വീഡിയോ ഇതിൽ ഓണാക്കാൻ കാണുന്നില്ല. എന്തോ ഫോണിന്റെ എന്തോ കംപ്ലൈന്റാ തോന്നുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചേരുന്നുണ്ടായിരുന്നു. ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേരാൻ പറ്റാതെ. അപ്പൊ സാറ് നിങ്ങൾ എന്തിനാണ് ഫണ്ട് കൊടുത്ത് ചേരുന്നത്? ഇവിടെ ഉണ്ടല്ലോ ഫ്രീ സെഷൻ, ഇവിടെ കയറി ഇരിക്കൂ. ഇവിടെ ഫ്രീ ഉണ്ടല്ലോ എല്ലാ ദിവസവും. അല്ല, ഞാൻ കേറുന്നുണ്ട്. ഇപ്പൊ 3-4 ദിവസമായിട്ട് ഞാൻ കേറുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഞാൻ ഇവിടെയും നൽകുന്നുണ്ട്, അവിടെയും നൽകുന്നുണ്ട്. നിങ്ങൾ കാശുണ്ടായാൽ മാത്രമേ എന്റെ ക്ലാസ്സിൽ ചേരാൻ പറ്റൂ എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് മാക്സിമം പഠിച്ചു. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞത് ഈവൻ മാവും പ്ലാവും അല്ലെങ്കിൽ തെങ്ങും ഒക്കെ കായ്ക്കുന്നത് കാശ് തന്നിട്ടാ? ഒന്നും അല്ലല്ലോ. അവരൊന്നും കാശ് തന്നിട്ട് ക്ലാസ്സിൽ കയറിയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിനെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊന്നുമില്ല. അതിന്റെ ഇടയിൽ കൂടുതൽ അറിയാൻ, എന്നോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ മാക്സിമം. എന്നിട്ട് നിങ്ങൾ മാറ്റം ഉണ്ടാക്കൂ, കാശുണ്ടാക്കൂ, എന്നിട്ട് വരൂ. നോ പ്രോബ്ലം. റിലാക്സ്. അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മളിവിടെ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് ഉണ്ട്. കാര്യങ്ങളൊന്നും നടക്കാൻ സാറൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ഓ, പറയാം. തീർച്ചയായിട്ടും. നമ്മൾ എന്നും കൂടെ ഉണ്ട്, എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. മതി. ഓക്കെ, താങ്ക് യു. കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. നിങ്ങളെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് ദിനേശ് മുങ്ങത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാശ് കൊണ്ട് മാത്രമേ ക്ലാസ് തരൂ എന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1-1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ. പലരും യൂട്യൂബിൽ പറഞ്ഞു, സാറേ എന്ത് ലാഗിങ് ആണ്, എന്ത് സമയമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ ഈ ക്ലാസ് ഇങ്ങനെ പഠിപ്പിച്ചാലേ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ യൂട്യൂബിൽ ഈ സൂമിൽ ഒറ്റ പൈസ പോലും മേടിക്കാതെ എടുക്കുന്ന ക്ലാസ് ആണിത്. ഈ ക്ലാസ് തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. കാരണം മാറ്റം നിങ്ങളിൽ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ പഠിക്കാനുള്ളവരാകുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായും ഗുരുദക്ഷിണ നൽകി പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ യൂട്യൂബ് കാണുന്ന നിങ്ങൾക്കും തോന്നുകയാണ് സാറ് തരുന്നത് വാല്യുബിൾ ആയ കാര്യമാണ്, എനിക്ക് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഗുരുദക്ഷിണ നൽകാം. ആർക്കും ഒരു പരാതിയില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടുന്നതിന് എപ്പോഴാണോ ഗ്രാറ്റിറ്റ്യൂഡ്, നേരത്തെ ഒരാൾ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് കിട്ടുന്നതിന് എപ്പോഴാണോ ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നത്
അപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് പുതിയത് നിങ്ങളിലേക്ക് എത്തുക എന്ന് തിരിച്ചറിയുക. കാരണം എപ്പോഴും അതിന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാലകമാക്കി നിങ്ങൾ നിർത്തുമ്പോൾ മാത്രമേ അതിന് വരാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലില്ല, പറ്റില്ല, അറിയില്ല, തന്നില്ല നിന്നുള്ള പരാതികളാണെങ്കിൽ എല്ലാ സാധനവും നിങ്ങളോട് വരുമ്പോൾ ആലോചിക്കും, എന്തിനാണ് ഇവരെടുത്ത് പോകുന്നത്, കാരണം ഇവര് പരാതിയല്ലേ പറയുള്ളൂ എന്ന് പറയും. അത് പകരം നിങ്ങൾ ഉള്ളതിനെ നിറവോടുകൂടി അംഗീകരിക്കുക. സാറിന്റെ ക്ലാസ്സിൽ വരാൻ കാശില്ലാത്തതുകൊണ്ട് നിങ്ങൾ പരാതി പറയേണ്ട, ഇവിടെ ഫ്രീ ക്ലാസ് ഉണ്ടല്ലോ, ഇതിൽ പങ്കെടുക്കുന്നു, ഞാൻ മാറ്റമുണ്ടാക്കുന്നു, പിന്നെ മാറ്റം ഉണ്ടാക്കുന്നു, ഇത് എപ്പോഴും ഇവിടെ തുടരുന്നു. അതുകൊണ്ട് ഒരു പരാതിയും ആരും പറയരുത്. എല്ലാവരും നിറവിൽ ജീവിക്കുക, ഉള്ളതിൽ നന്ദി പറയുക. അപ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. നേരത്തെ ബിസിനസ് ക്ലാസ്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഒരാള്, എൻ്റെ കയ്യിൽ ഒരുപാട് കാശ് വരുന്നുണ്ട് പക്ഷെ ഒന്നും നിൽക്കുന്നില്ല എന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം മാത്രം മതി. നിങ്ങൾ 2 ലിറ്റർ പാല് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ 2 ലിറ്റർ കൊള്ളുന്ന കുടം നിങ്ങളിൽ വേണം എന്ന് പറയുന്ന പോലെ 10 ലക്ഷം രൂപ വേണ്ടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ 10 ലക്ഷം ഉൾക്കൊള്ളുന്നതായിരിക്കണം നിങ്ങളുടെ ഊർജ തലം എന്ന് മനസ്സിലാക്കുക. ഇത് ഇന്നത്തെ നമ്മുടെ ജേണി, നമ്മുടെ 10 ഡേയ്സ് മിറാക്കിൾ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം. നമ്മളുടെ ഊർജ തലം കൂടാത്തിടത്തോളം കാലം, അവിടെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ ഊർജ തലം കൂടാത്തിടത്തോളം കാലം നമുക്ക് അത്രയും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന്. നമ്മൾക്ക് ഒരു സുന്ദരിയെ അല്ലെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ തന്നെ പണമോ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്ന് ആദ്യം അംഗീകരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സന്തോഷപൂർവ്വം നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും നിങ്ങൾ ഇത് മറന്നു പോകുന്ന ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് അല്ലെ? എല്ലാവർക്കും മനസ്സുണ്ടോ? അന്ന് ടൈപ്പ് ചെയ്തേ. മനസ്സുള്ളവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യേ എനിക്ക് മനസ്സുണ്ട് എന്ന്. ഇല്ലാത്തവർ ടൈപ്പ് ചെയ്യണം. കാരണം ചിലവർക്ക് അത് ഇല്ല എന്ന് തോന്നുന്നു. ഉള്ളവരാണെങ്കിൽ പിന്നെ നിറവ് അവിടെ ഉണ്ടാകും അല്ലെ? ഒന്നുമില്ലടോ എനിക്ക് മനസ്സുണ്ടല്ലോ എന്നെങ്കിലും പറയുമല്ലേ. ഇല്ല ഇല്ല എന്ന് പറയുന്ന ആൾക്ക് പറയും ഒന്നുമില്ല എനിക്ക് മനസ്സുണ്ട്. ആ മനസ്സുണ്ടായാൽ നമുക്കെല്ലാമായി എന്നറിയാം. മനസ്സുള്ളവർ മാത്രം ടൈപ്പ് ചെയ്യുക, ഇല്ലാത്തവർ മിണ്ടാതെ വിടുന്നുള്ളൂ കേട്ടോ. അല്ലേ? മനസ്സില്ലാത്തവർ ഇവിടെ ഇരുന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ ഇരുന്നോളൂ. ഉണ്ടോ ഇല്ലെന്ന് ചിലപ്പോ ചോദിക്കും. ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവ് പറയും മനുഷ്യ നിങ്ങൾക്ക് മനസ്സെന്നൊരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ? അല്ലെങ്കിൽ മക്കൾ അമ്മയോട് അച്ഛനും അമ്മയോട് ചോദിക്കും നിങ്ങൾക്ക് മനസ്സില്ലല്ലോ എന്ന് അല്ലെ? അങ്ങനെ പലപ്പോഴും നമ്മൾ മനസ്സില്ലാതെയൊക്കെ ആവേണ്ടി വരും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായിട്ടാണ് ഇന്നും നാളെയും കൂടി ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്. ഇന്ന് ആ ക്ലാസ് തുടങ്ങി ആർക്കെങ്കിലും ആ നമ്മുടെ 10 ഡേയ്സ് മിറാക്കിൾ ലൈഫിൽ മനസ്സുണ്ടാവുന്ന മനസ്സിന്റെ കാര്യങ്ങളും എല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ ചേരാം. ഇന്നും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് അവിടെ തുടങ്ങിയത്. ആരും സ്റ്റാർട്ടായിട്ടില്ല. 1111 രൂപയാണ് അതിന്റെ കോഴ്സിന്റെ ഫീസ്. ഇത്തവണ സെക്കൻഡ് ബാച്ച് പ്രൈസ് കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഹാപ്പിനെസ് മാസ്റ്ററിംഗ് ഹബിന്റെ പ്രത്യേകതയുണ്ട്. പേയ്മെന്റ് കാശുകളെല്ലാം ആദ്യം കുറവും പിന്നെ ബാച്ച് കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് വളരെ ഒരു രസകരമായിട്ട് ഞാൻ എപ്പോഴും ഡിസ്കൗണ്ട് അല്ല കൊടുക്കുന്നത്, ഞാൻ പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ റിസൾട്ട് ഉണ്ടാകുന്നു എങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ആയിട്ടും അല്ലെ നിങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പൊ മനസ്സ് അവിടെയാണല്ലോ കിടക്കുന്നത് അല്ലെ? എവിടെയാണ് മനസ്സുണ്ടാവുന്നത്? നമ്മൾ ആദ്യം റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ. ഇതാണ് മനസ്സിന് ഏറ്റവും കൂടുതൽ അളക്കാനുള്ള ഏറ്റവും വലിയ വഴി. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ആദ്യം നോക്കുന്നത്? പറഞ്ഞു നോക്കിയേ. ലെഫ്റ്റ് സൈഡ് നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ മനസ്സിലാവും. പേടുള്ളവർക്കെല്ലാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ ആശ. പേടാണെങ്കിൽ ക്ലാസ് തുടങ്ങിയിട്ട്, പേടുള്ളവർ വീണ്ടും പേടാക്കണ്ട. ഒറ്റത്തവണ പേടയാണ്. മനസ്സുണ്ട് പക്ഷെ നമ്മൾ നോക്കുന്നത് റൈറ്റ് സൈഡിലായി പോകും അല്ലെ? അപ്പൊ എന്തിന്റെ മനസ്സാണ് നമുക്ക് അവിടെ ഉള്ളത്? അബൻഡൻസ് മൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക. അബൻഡൻസ് മനസ്സാണ്. ഭക്ഷണത്തിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, പ്രൈസിന് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല, ശ്രദ്ധിക്കണം. ഇനി മുതലെങ്കിലും ശ്രദ്ധിക്കുക. അത് കറക്റ്റാണ്. മനസ്സുണ്ട്, ആ മനസ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് എന്നിലുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച മനസ്സാണ് നിങ്ങളുടെ മനസ്സല്ല, അത് മറ്റൊരാളുടെ മനസ്സല്ലേ. നിങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്കാണ്. അപ്പൊ ഞാൻ ഇന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ എന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവും അല്ലേ?
ഒരുപാട് ആൾക്കാർ വായിച്ചതായിരിക്കും അല്ലെ? മനസ്സ് ഒരു വിസ്മയം. ഞാൻ ഈ പുസ്തകത്തിൽ മനസ്സിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. മനസ്സിന്റെ പ്രക്രിയ. യെസ്, വെരി ഗുഡ് കമല പ്രേംദാസ്. മകന് നാളെ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് മകൻ ജോലിക്ക് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, മനസ്സൊരു വിസ്മയം. ഇത് മനസ്സിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതുകൂടാതെ കണ്ട് ഈ ജേർണി ടു ഹാപ്പിനെസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈൻഡിനെ പറ്റി മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഇവിടെ നിന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ബേസ് നിങ്ങളുടെ മനസ്സിൽ വന്ന മാറ്റം മാത്രമാണ്. ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്തുകയും ആ മനസ്സിൽ നിന്നും നിങ്ങൾ വിശ്വാസപൂർവം അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു. ഇതാണ് ഇവിടെ വളരെ കൃത്യമായി സംഭവിക്കുന്നത്. ബുക്ക് വേണ്ടവർ അഡ്മിനെ ബന്ധപ്പെട്ടോളൂ. നമുക്ക് ബുക്ക് അത്രയും പെട്ടെന്ന് അയച്ചു തരാം കേട്ടോ. നമുക്ക് ബുക്ക് വേണ്ടവർ വിളിച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിനെ പറ്റി കൃത്യമായി പഠിക്കാനുള്ള പുസ്തകമാണ്. ഞാനൊരു കഥാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 5 വ്യക്തികളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. അതിൽ മൈൻഡ് പ്രോഗ്രാമിംഗ് ഒക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചാൽ ഗുണകരം. പക്ഷെ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിന് പ്രത്യേകതയുണ്ട്. കഥ എന്ന് കരുതി ഒരു തീരുത്തിൽ വായിച്ചാലോ ഒരു ദിവസം വായിച്ചാലോ ഒന്നും പിടികിട്ടില്ല. ഇത് ഡിഗ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് അതിന്റെ ആഴത്തലങ്ങളിലേക്ക് പോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുക, മനസ്സിലാക്കുക. അപ്പോ നമുക്ക് മനസ്സിനെ പറ്റി പറയാം. നേരത്തെ ആൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കായ്ഫലമില്ലാത്ത തെങ്ങ് കായ്ക്കുന്നു, കായ്ഫലം തരാത്ത കായ്ഫലമില്ലാത്ത മാവ് പൂക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഉടനടി വരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രക്രിയ. ഇത് സംഭവിക്കുന്നത് മറ്റൊരു കാര്യമല്ല, നമ്മളുടെ ചിന്തകൾ ആണ് നമ്മുടെ എനർജി ഉണ്ടാകുന്നത്. നമ്മളുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എനർജി യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. യൂണിവേഴ്സ് എവിടെയാണോ ഇതിന് ആവശ്യമുള്ളത് അവിടത്തേക്ക് അതിനെത്തിക്കുന്നു. ഇത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇത് മനസ്സിന്റെ മാത്രം പ്രക്രിയയാണ്, തോട്ട്സിന്റെ മാത്രം പ്രക്രിയയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ എനർജി. യുവർ എനർജി അലൈൻ വിത്ത് നിങ്ങളുടെ എനർജി അതിന്റെ ആവശ്യമായതിലേക്ക് അതിനെ കണക്ട് ചെയ്യും എന്നുള്ളത്. നമ്മുടെ 10 days മിറാക്കിൾ ക്ലാസ് കിട്ടിയില്ലെന്ന് നിങ്ങൾ ഇവിടെ അല്ല പറയേണ്ടത്. നിങ്ങൾ പേയ്മെന്റ് ചെയ്തപ്പോൾ ആ ഗ്രൂപ്പിലാണ് പറയേണ്ടത്. അവിടെ പോയി നോക്കുക. നിങ്ങൾ പേയ്മെന്റ് അയച്ചിട്ടുള്ളവരുടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. അത് അഡ്മിനുമായി ഒന്ന് ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ അവിടെ പറയുക. നമ്മുടെ അഡ്മിൻ നമ്പർ എടുത്ത് വിളിച്ചിട്ട് ദയവേത് മിസ്സായവർ ചേരുക കേട്ടോ. ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സായി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അവിടെ ദേവു അല്ലെങ്കിൽ സുഭാഷിണി ഒന്ന് അഡ്മിനെ വിളിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറയും. ഇപ്പൊ തന്നെ തരാം കേട്ടോ. ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 10, 2000, 500, 1000 ആൾക്കാർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കല്ലോ, ഓരോ കോഴ്സുകളല്ലേ. അപ്പൊ മിസ്സായിപ്പോ നിങ്ങളൊന്ന് അഡ്മിനെ വിളിച്ചാൽ മതി കേട്ടോ. ഒന്ന് ശരിയാക്കാം. അപ്പൊ നമ്മൾ മനസ്സിനെ പറ്റി വീണ്ടും പറഞ്ഞു. ഞാൻ ഇതിന് മറുപടി കൊടുത്തില്ലേ പിന്നെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോ മനസ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്താണ് നമുക്ക് നമുക്ക് 3 തരത്തിലാണ് മനസ്സുള്ളത്. ഞാൻ കൃത്യമായി പഠിപ്പിക്കാം. 3 തരത്തിലാണ് മനസ്സുള്ളത്. ഒന്ന് നമ്മുടെ ബോധ മനസ്സ്, ഒന്ന് നമ്മുടെ അബോധ മനസ്സ്, മറ്റൊന്ന് നമ്മുടെ ഉപബോധ മനസ്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള മനസ്സാണ് ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ മനസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 തരത്തിലാണ്: ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഇതിൽ അബോധ മനസ്സ് എന്ന് പറയുന്നത് തീരെ ആക്റ്റീവ് അല്ലാത്തൊരു ഘടകമാണ്. അങ്ങനെ സംഭവമുണ്ട്, പക്ഷെ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. അത് ചെറിയൊരു ടെമ്പററി പ്രതിഭാസം മാത്രമായതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. ബോധ മനസ്സും ഉപബോധ മനസ്സിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു പറയാം: നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതാണ് ബോധ മനസ്സുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഇന്റൻഷനലി ഇവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും
നിങ്ങളിപ്പോ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു, പല സ്ഥലത്തും സഞ്ചരിക്കുന്നു, പല ബാങ്കുകളും കയറി ഇറങ്ങുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളാണ് ചെയ്യുന്നത്, അല്ലെ? അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതാണ് നടക്കുന്ന മനസ്സ്. അവിടെ പല പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്നലെ ഇട്ട ചുരിദാർ നല്ലതില്ലായിരുന്നു, ആ ചുരിദാർ കുറച്ചും കൂടി ഭംഗിയാക്കണമായിരുന്നു, എന്നാലും അവൾ അത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നില്ലേ ബാക്കിൽ? അപ്പൊ ചിന്തിക്കുമ്പോ അതിന്റെയൊക്കെ പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലോ, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ബോധപൂർവം സംസാരിക്കുന്നു, പക്ഷെ എന്റെ കയ്യിലുള്ള പെൻസിൽ അതിനനുസരിച്ച് സഞ്ചരിക്കുന്നു. ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ല. ഞാൻ പെൻസിൽ ഇവിടെ വെച്ചാൽ അടുത്ത പ്രാവശ്യം കൈ അനങ്ങാൻ തുടങ്ങുന്നു, അല്ലേ? ഇത് സംഭവിക്കുന്നുണ്ടല്ലോ നമുക്ക്, അല്ലേ? സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മറ്റു പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് മറ്റൊരാൾ പറഞ്ഞതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇത് ബോധ മനസ്സ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപബോധ മനസ്സ് മറ്റ് പ്രക്രിയകളിലേക്ക് കടക്കും. ഇതിന് മറ്റൊരു രൂപത്തിൽ ആത്മീയതയിൽ പറഞ്ഞാൽ, നീയും നിന്നിലെ നീയും അതിലെ നീയും എപ്പോഴാണോ ഒന്നായി നിൽക്കുന്നത്, അപ്പോൾ മാത്രമാണ് നീ ആയി മാറുക എന്ന് പറയുന്ന അവസ്ഥ, അല്ലെ? അങ്ങനെ ഒരാളില്ലേ? നമ്മൾ ഒറ്റക്കല്ലല്ലോ, അല്ലേ? എപ്പോഴും നമ്മൾ ഒറ്റക്കാണോ? നിങ്ങൾ അറിയാവോ അത്? നമ്മൾ ഒറ്റക്കല്ല. ഓക്കെ, നമ്മൾക്ക് മറ്റൊരാളും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ നമ്മളുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാം. എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് അറിയാം. നമ്മളിപ്പോൾ സംഭവിക്കുന്ന 99% കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ മസ്തിഷ്കമാണല്ലോ മനസ്സായിട്ട് നമ്മൾ കൂടുതൽ. എല്ലാവരും മനസ്സ് എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ കൈയെടുത്ത് ഇവിടെ വെക്കും, അല്ലെങ്കിൽ തിരിച്ചിപ്പുറത്തെ ഭാഗത്ത് എടുത്ത് വെക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെ തപ്പി നടക്കും. പക്ഷെ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം മനസ്സ് എന്ന് പറയുന്ന ശരീരത്തിലെ ഒരു അവയവമല്ല. പക്ഷെ ആകെത്തുകയായി മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നത് തലച്ചോറായതുകൊണ്ട് നമ്മൾ മൈൻഡിനെ തലച്ചോറുമായി കണക്ട് ചെയ്യുന്നു. അതാണോ എന്ന് ചോദിച്ചാൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അല്ലേ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും നമുക്കിപ്പോ പറയാനില്ല. അതുകൊണ്ട് അതാണ് എന്ന് പറയാം. ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെയിനപ്പുറത്ത് ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ അതും അറിയാം മനസ്സാണ്, അല്ലെ? ബ്രെയിന് കൺട്രോൾ പെടുന്നുണ്ടല്ലോ. അപ്പൊ മനസ്സാണ്. അപ്പൊ ബ്രെയിൻ അല്ല മനസ്സല്ല ബ്രെയിൻ. പക്ഷെ വേറെ നമ്മളെ ഇതില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ബ്രെയിൻ തന്നെയായിട്ട് അതിനെ കണക്കൂട്ടാം. വേറെ ഇല്ലല്ലോ, അല്ലെ? അപ്പോ എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്? നമ്മുടെ മൈൻഡിന്റെ 95% കിടക്കുന്ന ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉണ്ടാവുന്നത്. എന്താണ് 3 ഘടകങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത്. ആ 3 ഘടകങ്ങൾ അറിയാം. നമ്മുടെ ചിന്തകൾ, എഴുതി വെച്ചോളൂ, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകൾ, നമ്മുടെ ക്യാരക്ടർ, ബിഹേവിയർ, എന്താ പറയാ, 3 കാര്യങ്ങൾ ചേർന്നിരിക്കുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് നമുക്കെടുക്കാം. അതായത് നമുക്ക് ആവശ്യമുള്ളതിനെ എല്ലാത്തിനെയും അവിടെ സേവ് ചെയ്ത് വെക്കും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അവിടെ എന്താണ്? അത് സേവ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, അതിനുള്ള ചിന്ത നമുക്കുണ്ടാവണം. രണ്ടാമത്, അതിനുള്ള വികാരം നമുക്കുണ്ടാവണം. മൂന്നാമത്, അതിനുള്ള ഒരു ബിഹേവിയർ നമുക്കുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം സേവ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര ലളിതമായി മനസ്സിലാക്കിയാൽ മതി. ഇമോഷനും തോട്ട്സ്, ഇമോഷൻ, ബിഹേവിയർ, ഇത് വരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നുവെങ്കിൽ ആ സമയത്ത് മറ്റൊരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതുമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലതോ ചീത്തയോ എന്ത് ചിന്തിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആയതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതാണോ കൂടുതലുള്ളത് അത് നമ്മൾ ചിന്തിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവാണ്. നമ്മൾ നെഗറ്റീവാണ് അധികം ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ
സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനത്തെ മാറ്റുക മാത്രമാണ് ഏക പോംവഴി. അപ്പോൾ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക? അതിന് നമ്മുടെ ചിന്തകൾ ഉണ്ടായിരിക്കണം, നമ്മുടെ വികാരം ഉണ്ടായിരിക്കണം, നമ്മൾ അതിനെ ബിഹേവിയറായി മാറണം. ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന കാര്യം. അതിനാണ് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം, അഫ്രിമേഷൻ ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം, എന്നിട്ട് അതിനെ നമ്മുടെ ബിഹേവിയർ ആക്കി മാറ്റണം. എങ്കിൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം എത്തുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്? നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമായിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞു, വീണ്ടും പറയാം, നമ്മൾ എല്ലാം നേടുന്നത് ഊർജത്തിൽ നിന്നാണ്. മനസ്സിലായത്? എനർജിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ, അതായത് എനിക്കൊരാളോട് സംവദിക്കേണ്ടതിന്റെ എനർജി രൂപത്തിൽ അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ എനർജിയുടെ 95% സബ് കോൺഷ്യസ്ലിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ചില ആൾ കള്ളം പറയുമ്പോൾ അടുത്ത് തന്നെ മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കള്ളം പറയുന്നവൻ സബ് കോൺഷ്യസ്ലി കള്ളം പറയില്ല, ബോധപൂർവം മാത്രമേ പറയുള്ളൂ. അപ്പൊ ബോധപൂർവം പറയുന്നത് മറ്റൊരാൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 5% മാത്രമല്ലേ ഇവൻ പറയുന്നതിൽ ആ എനർജി ഉള്ളൂ, മറ്റത് 95% ഇല്ല എന്നല്ലേ കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് മനസ്സിലാവും. ഇന്ന് മുതൽ നിങ്ങൾ കള്ളം പറയുമോ? കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കള്ളം പറഞ്ഞ ഒരു കാര്യമില്ല, കേൾക്കുന്നവന് മനസ്സിലാവും. കാരണം കേൾക്കുന്നവന് കിട്ടുന്ന എനർജി എന്താണ്? ഇല്ല, നിങ്ങൾ പറയുന്ന ഇല്ല എന്നുള്ള ആ കാര്യവുമായി കണക്ട് ചെയ്യാത്ത എനർജിയല്ലേ കിട്ടുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. കള്ളം പറയുന്നവരപ്പം പിടിച്ചോളും, എളുപ്പമാണ്. ഞാൻ എന്തെങ്കിലും ഒരു കള്ളം എന്റെ ഭാര്യയോട് വന്ന് പറഞ്ഞാൽ ആളപ്പം പറയും, ആ ശരി കേട്ടോ, എല്ലാം മനസ്സിലായിട്ടോ എന്ന് പറയും. അതുകൊണ്ട് കുറച്ചു കാലം പറയും, ഇപ്പൊ നിർത്തി, കാരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ പിടികിട്ടും. കാരണം അത് അവിടെ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കത് ബോധപൂർവമായിരിക്കും നമ്മൾ പറയുന്നത്. ഇതാണ്. പിന്നെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടോ, ക്ലവറായ ആൾക്കാരുണ്ടോ, കള്ളം ചെയ്യുന്ന ആൾക്കാർ, അത് വേറെ രീതിയാണ്. അവർ പ്രോഗ്രാംഡ് ആണ്, അവര് ഇന്റൻഷ്യലി സബ് കോൺഷ്യസ്ലി പ്രോഗ്രാംഡ് ആണ് കള്ളം പറയാനായിട്ട്. അതിന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. സബ് കോൺഷ്യസ്ലി പ്രോഗ്രാംഡ് ആയ ആൾക്കാർ വ്യത്യാസമാണ്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, സാധുക്കളല്ലേ, നമ്മൾ കള്ളം പറയാനായിട്ട് പ്രോഗ്രാം ചെയ്ത് വെക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത്, ഒരു ഉദാഹരണം വെറുതെ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ഒരു കാര്യം വേണമെങ്കിലും നേടണമെങ്കിലും നമുക്കത് സബ് കോൺഷ്യസ്ലി ആയിരിക്കണം സംഭവിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്കത് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെന്നോട് അങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട് എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുന്നു? എന്തുകൊണ്ട് എനിക്ക് സന്തോഷമില്ല? എന്തുകൊണ്ട് എന്നിലേക്ക് പണം വരുന്നില്ല? ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഈ സാധനമില്ല. ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന സാധനം എവിടെയാണ് ഉണ്ടാവേണ്ടത്? വിശ്വാസം സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അവിടെയാണ് ഇതിന്റെ കണക്ടിവിറ്റി കിടക്കുന്നത്. അതിനു വേണ്ടി ദയവ് ചെയ്ത് ഈ ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാക്കി കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നമ്മുടെ 4 അഡ്മിന്മാരുടെ നമ്പർ ഉണ്ടാവും. 4 പേരും ജീവനോട് ഇരിപ്പുണ്ട്. അവരൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്നില്ല എന്ന് പറയാം. 4 അഡ്മിന്മാർ എന്നെ വിളിച്ചോളൂ, ഞാനും ഇപ്പൊ ഫോൺ എടുക്കാം നിങ്ങളുടെ മുമ്പിൽ. ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ പേരുണ്ട്. ഇവിടെ നിന്നിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയില്ല, വന്നില്ല, പോയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ വിലപ്പെട്ട സമയം കളയരുത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന പേയ്മെന്റ് അടിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ പോയി ജോയിൻ ചെയ്ത് ഇവിടെ വന്ന് വെറുതെ ഇവിടെ നിന്ന് സമയം കളയരുത്. ദൈവം പ്ലീസ് സമയം കളയരുത്. 4 അഡ്മിൻ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എടുക്കുന്ന അഡ്മിൻസ് ആണ് നമ്മുടെ. അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തരില്ല. 5ാമത്തെ ടൈപ്പ് എന്താ വിളിച്ച് ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കുന്നു? അപ്പൊ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കാൻ സമയമുണ്ടല്ലോ, തീർന്നില്ലല്ലോ, ഇന്നത്തോടുകൂടി അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ ഈ ക്ലാസ്സുകളൊന്നും, ഇനിയുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് ഈ ക്ലാസ് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാമല്ലോ. എന്താണ് ധൃതി കൂട്ടുന്നത്? എന്താ അവിടെ ഉള്ളത്? അത് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയല്ലേ. ആദ്യം ക്ഷമ പഠിക്കൂ മാം, എന്നിട്ട് മറ്റത് പഠിക്കാൻ ശ്രമിക്കൂ.
അല്ലെങ്കിൽ നടക്കില്ല. മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ ക്ഷമയോടെ നിങ്ങൾ കേൾക്കുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും, കാരണം അങ്ങനെയാണ് നിങ്ങൾ ഇതിനോട് എടുക്കുന്നത്. ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇതിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ തരില്ല. പ്രത്യേകിച്ച് ഇത് അതേ സബ്ജക്റ്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, മനസ്സിനെ പറ്റിയിട്ടാണ്. ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ സമയമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ക്ലാസ്സിൽ കയറുന്നത്? നിങ്ങൾ വേണ്ടെങ്കിൽ അഡ്മിനോട് പറയൂ, ആ പൈസ തിരിച്ച് ഇപ്പം അയക്കാം. ഞാൻ അഡ്മിനോട് പറയാം, ദേവുവിന്റെ നമ്പർ പൈസ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചയച്ചോളൂ. കാരണം ആവശ്യമില്ല, അവർക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. അവർ എന്തിനാ വെറുതെ നിങ്ങൾ കാശ് കൊടുക്കണേ? അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ പോസിറ്റീവായി നിന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് പോസിറ്റീവിലേക്ക് പോവുകയുള്ളൂ. ഇത് വളരെ ശ്രദ്ധയോടിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. പൊതുവെ അങ്ങനെ ആവില്ല. കാരണം ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത് ഫീഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതായി. ഇനി മാറ്റം ഉണ്ടാവണോ എങ്കിൽ എന്താണ് അടുത്ത വഴി? നമ്മൾ വ്യത്യസ്തമായി ഫീഡ് ചെയ്യുക തന്നെ വേണം അവിടേക്ക്. അല്ലാതെ മാറ്റം ഉണ്ടാവാൻ സാധ്യമല്ലല്ലോ. നമ്മൾക്ക് നിലവിലുള്ള അവസ്ഥ നമ്മുടേത് ഇതല്ല എങ്കിൽ നമ്മൾക്ക് അവിടെ വേണ്ടത് എന്താണെന്ന് നിശ്ചയിക്കണം. അതിനാണ് നമ്മൾ എന്നും പറയുന്നത് ലക്ഷ്യബോധം ഉണ്ടാവണം. എന്ത് വേണം എനിക്ക്, അതാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് തോട്ട്സുകൾ ഉണ്ടാവുകയുള്ളൂ. ഒരു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എന്ത് തോട്ട്സ് ആണ് ഉണ്ടാക്കുക? എന്തിലേക്കാണ് തോട്ട്സ് ഉണ്ടാക്കുക? നിങ്ങളെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത് എറണാകുളത്തേക്ക് പോകണമെന്ന തോട്ട്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകേണ്ട സ്ഥലം എറണാകുളമാണെന്ന് നിശ്ചയിക്കണം. ആ ലക്ഷ്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തോട്ട്സുകൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്ന 3 മെത്തേഡിലൂടെയാണ്. ഒന്ന് തോട്ട്സ്, രണ്ടാമത്തത് എന്താണ് പറഞ്ഞത്, വികാരം, മൂന്നാമത്തത് അത് നമ്മളായി മാറുക, ബിഹേവിയറാക്കി മാറ്റുക. അപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത ഒരാൾക്ക് എന്ത് തോട്ട്സ് ആണ് കൊണ്ടുവരിക? നിങ്ങൾക്ക് നമ്മളുടെ പലപ്പോഴും പറയുന്നത്, സാറേ പല തോട്ട്സുകളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്, പല കാര്യങ്ങളാണ് കടന്നു പോകുന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ല. ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ചിന്തകൾ അലിയും. എല്ലാ മനുഷ്യന്റെ മനസ്സിനും അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രത്യേകത, ഒരു സാധാരണ കേവലം ആൾക്കാർക്ക് ഒരു ദിവസം അത് 24 മണിക്കൂറിൽ 60,000 മുതൽ 75,000 വരെ തോട്ട്സുകൾ ഉണ്ടാവുമെന്നാണ് കണക്ക്. സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കണക്ക്. 65,000 മുതൽ 75,000 വരെ ആവറേജ് കണക്ക് നമുക്ക് എടുക്കാം. എങ്കിൽ അങ്ങനെയുള്ളതിൽ 35,000 മുതൽ 40,000 വരെ തോട്ട്സുകൾ റിപ്പീറ്റഡ് ആണ്. വീണ്ടും വീണ്ടും അത് തന്നെ വരുന്നു. അങ്ങനെയാണ് നമ്മുടെ കൃത്യമായ പാറ്റേൺ അങ്ങനെയാണ്. എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? ഈ 35,000 മുതൽ 40,000 വരെയുള്ളത് റിപ്പീറ്റഡ് ആയി വരുന്നതിനെ നെഗറ്റീവ് ആയതിന് പകരം പോസിറ്റീവ് ആക്കിയാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇവിടെയല്ലേ നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്താണോ ചിന്തിച്ചതിലെ അത്രയും ഊർജം അവിടെ ഉണ്ടാകും. അപ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴെന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ 35,000 മുതൽ 40,000 വരെയും റിപ്പീറ്റഡിൽ നമ്മൾ ചേർക്കുന്ന വാക്ക് എന്താണെന്ന് അറിയോ? എന്തൊക്കെയാണ് ഈ 35,000 40,000 നിങ്ങൾ ചിന്തിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ടൈപ്പ് ചെയ്തൊക്കെ 2-3 വാക്കുകളിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന്റെ എൻഡിങ് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും. കിട്ടിയില്ല, വന്നില്ല, ഇല്ല, അല്ല, പോയില്ല, ഞാൻ ഇങ്ങനെ, അങ്ങനെ, അല്ലേ? ഇതല്ലേ ഈ സാധനം നമ്മളിൽ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുക? അത് തന്നെ സംഭവിക്കും, അല്ലേ? വളരെ ലളിതമാണ്. ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഔട്ട്കമാണ് വേണം. ഈ തോട്ട്സിന്റെ ഔട്ട്കമാണ് ടെൻഷൻ. എനിക്ക് വയ്യ, സുഖമില്ല, വല്ലായ്മയാണ്, അവിടെ ദുഃഖമാണ്, ഇവിടെ യുദ്ധമാണ്, അവിടെ അങ്ങനെ 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 ലോകത്ത് എന്താണോ എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത്
അത് മാത്രം ഞാൻ ചിന്തിക്കും. ആദ്യം പറയും ഇതൊന്നും എനിക്ക് വേണ്ട കേട്ടോ, എനിക്കെന്താ, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് സുഖം വേണം എന്നാണ് പറയുന്നത് സുഖം വേണമെന്നാണ്, പക്ഷെ പറയുന്നത് സുഖമില്ല എന്ന്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ അത് പറഞ്ഞാൽ അത് അത്ര എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു. ഒന്നുമല്ല, നിങ്ങളിപ്പോ ബോധപൂർവമാണല്ലോ ഈ പറയുന്നത്. എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ബോധമനസ്സിലാണല്ലോ പറയുന്നത്. ബോധമനസ്സിൽ അത് പറയുമ്പോൾ ബോധമനസ്സിൽ എന്ത് ചെയ്യുന്നുവോ അതിനെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും വികാരങ്ങളും കൂട്ടിയിണക്കിയിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ എന്ത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്? അസുഖത്തിന് വികാരമല്ലേ പ്രകടിപ്പിക്കുന്നത്? ദുഃഖം ആണ് എനിക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്? ദുഃഖമാണല്ലേ. സങ്കടം എന്നതിന് എന്ത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്? ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് വികാരമാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഇല്ലായ്മയാണല്ലേ. നമ്മളെ ഒരു അവസ്ഥയാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക അവിടെ? ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ അത് സ്ഥിരമായിട്ട് ഇല്ല 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 ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? അല്ലേ? തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പോരെ? നെഗറ്റീവ് ചിന്തിക്കുന്നവർ എന്തുകൊണ്ട് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഉഷ, അതിന്റെ ഉത്തരം കൃത്യമായി തിങ്കിങ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഓവർ തിങ്കിങ് എന്നൊരു പാറ്റേൺ ഇല്ല. എല്ലാവർക്കും 60,000 മുതൽ 70,000 വരെ തോട്ട്സുകളേ ഉണ്ടാവുള്ളൂ. പിന്നെ എവിടെയാണ് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നത്? ഓവർ തിങ്കിങ് അല്ല, റിപ്പീറ്റഡ് തിങ്കിങ് ആണ് ഉണ്ടാവുന്നത്. ഓവർ തിങ്കിങ് അല്ല, ഇപ്പോൾ റിപ്പീറ്റഡ് തിങ്കിങ് ഉണ്ടാവുന്നത് കാരണം ഓവർ തിങ്കിങ് എന്നിട്ട് പാറ്റേൺ ശരിയാണ്, ടേം കറക്റ്റാണ്, തെറ്റല്ല. ഒക്കെ ഉണ്ടാവുന്ന റിപ്പീറ്റഡ് എന്താണ്? നെഗറ്റീവ് തിങ്കിങ്ങിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് എത്ര തന്നെ നിങ്ങൾ ചിന്ത ചെയ്താലും അതിന് ഓവർ തിങ്കിങ് എന്ന് പറയാറില്ല. കാരണം എന്താ? നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഒരു സമയത്ത് സെറ്റാക്കി അവിടെ നിർത്തും. ഇത് ഞാൻ നേടിയല്ലോ, സംഭവിച്ചല്ലോ, പിന്നെ തിങ്കിങ് ഇല്ല അതിനകത്ത്. നെഗറ്റീവ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും, വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവാനും ഓവർ തിങ്കിങ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം കൃത്യമായ തിങ്കിങ് എന്താണ് വേണ്ടതെന്ന് നമുക്ക് അറിയാത്തതാണ്. അതാണ് ലക്ഷ്യം ഇല്ലായ്മ എന്ന് പറയുന്നത്. ഞാൻ ഇതേ ഉദാഹരണം നിങ്ങൾ മറ്റൊരു രീതിയിൽ ചോദിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു, ചിന്തിച്ചു, ഇനി അതായത് എറണാകുളത്തേക്ക് ആക്ഷൻ എടുത്തു. നിങ്ങളത് ചിന്തിക്കാതെയാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുമോ, എറണാകുളത്ത് എത്തും എന്നുള്ള ചിന്ത ഉണ്ടാവും? നിങ്ങൾക്ക് ഉണ്ടാവുന്ന എറണാകുളത്ത് എത്തും എന്നുള്ള ചിന്ത മാത്രമാണ് അല്ലെ. എറണാകുളത്ത് ഞാൻ എത്തും, അത്രേ ഉള്ളൂ. സ്ഥിരമായി നിങ്ങൾ പോകും. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നില്ല, വെറുതെ ഇറങ്ങുകയാണ്. നിങ്ങൾ എത്ര ചിന്തകളിലൂടെ കടന്നു പോകും? ലെഫ്റ്റ് പോണോ, റൈറ്റ് പോണോ, സ്ട്രെയിറ്റ് പോണോ, തിരിച്ചു പോണോ, മുന്നോട്ട് നടക്കണോ, ട്രെയിനിൽ പോണോ, ബസ്സിൽ പോണോ, കാറിൽ പോണോ, സ്കൂട്ടിയിൽ പോണോ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ, എന്നെ ആരെങ്കിലും മുട്ടുമോ, തട്ടുമോ? എത്രായിരം ചിന്തകൾ നമുക്കുണ്ടാകും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് സംഭവിക്കുന്നതല്ലേ. പക്ഷെ ആദ്യം നമ്മൾ എറണാകുളത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഇതെല്ലാം ഉണ്ടാവുമോ? നിങ്ങൾ കൃത്യമായി പോയി ട്രെയിനിൽ കയറും, അല്ലെങ്കിൽ ബസ്സിൽ കയറും, അതിന്റെ വഴിയിൽ ആരും എന്നെ തട്ടിക്കൊണ്ടുപോകുന്നു ചിന്തിക്കുക പോലും ഇല്ല അല്ലേ. ഇതാണ് ലക്ഷ്യബോധം എന്ന് പറയുന്ന ലളിതമായ കാര്യം. കാരണം നമ്മൾ അങ്ങനെ കോൺഷ്യസ്ലി സെറ്റ് ചെയ്താൽ അടുത്ത് എന്താ സംഭവിക്കുക? എറണാകുളത്ത് പോകണം എന്ന് സെറ്റ് ചെയ്താൽ അടുത്ത നമ്മുടെ ഫീലിങ്സ് വരും. എറണാകുളത്തേക്ക് പോകുന്ന ഫീൽ നമുക്കറിയാം. എങ്ങനെയാ? ട്രെയിൻ വഴി പോകുന്ന ഫീലിങ്സ് നമ്മൾ അനുഭവിക്കും, ബസ് വഴി പോകുന്ന ഫീലിങ്സ് നമ്മൾ അനുഭവിക്കും. ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതിന്റെ ഫീൽ ചെയ്യാൻ നിങ്ങൾ തുടങ്ങും. അപ്പോഴത് കൃത്യമായി സബ് കോൺഷ്യസ് സെറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ വെറുതെ പോയാലും എറണാകുളത്ത് തന്നെ പോയി ഇറങ്ങും. നിങ്ങൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോയാലും എറണാകുളം സ്റ്റേഷൻ ആകുമ്പോൾ നിങ്ങൾ അറിയും, എറണാകുളത്ത് എത്തി ഇറങ്ങിക്കോളും. ഇത് വളരെ ലളിതമായി നടക്കുന്ന കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ അറിയണം, പ്രോഗ്രാം ചെയ്യണം. ഇതിനാണ് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. ഇന്നത്തെ ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വലിയ ക്ലാസ്സിൽ പൂർണ്ണമായും ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുക മാത്രമേ പോകുമ്പോഴേ ഉള്ളൂ എന്നുള്ള. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന സംഭവമാണ്. അതിന് കുറെ ബ്രെയിനുമായിട്ട് കണക്ടിവിറ്റി ഒക്കെ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. കാരണം അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എങ്ങനെയാണ്
നമ്മുടെ ബ്രെയിനിൽ ഈ സാധനം ഉണ്ടാവുന്നതും കെമിക്കൽ ആക്ഷൻസ് എങ്ങനെ സംഭവിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളൂ, യു ഷുഡ് പ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർ, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണമെന്നതാണ്. ആ സാധനം നിങ്ങളിൽ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് ജീവിതത്തിൽ എന്ത് വേണം എന്ന ചിന്തയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. എന്നിട്ട് മതി മറ്റു പ്രോഗ്രാമിൽ. അതുള്ളവർ പറയുക, നിങ്ങൾക്ക് ബാക്കി അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പല ക്ലാസ്സുകൾ പറയുന്നുണ്ട്. അതിന് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. ഇനി മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹമുള്ള പ്രോഗ്രാം ചെയ്യാം. നമ്മുടെ 2020 മെഡിറ്റേഷൻ വീണ്ടും വരുന്നുണ്ട്. സെയിം സംഭവമാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യും, ഇന്റൻഷൻ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ വിഷ്വലൈസേഷൻ. ഏതാണ് വിഷ്വലൈസേഷൻ എന്നാണ് ഞാൻ പറയുന്നത് നേരത്തെ. നമ്മൾ ആദ്യം നമ്മുടെ ചിന്തകൾ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നമ്മളതിനെ നമ്മുടെ ഭാഗമാക്കി മാറ്റുക, പിന്നെ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിനെ ആഗിരണം ചെയ്യുക. അതാണ് 2020 മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഒരുപാട് ആൾക്ക് അമേസിംഗ് റിസൾട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഷർമിള, യു ഷുഡ് നോ ദാറ്റ് വാട്ട് യു വാണ്ട്. എന്നിട്ട് വരൂ ക്ലാസ്സിൽ. നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നത്. മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അതിന്റെ മിനി ക്ലാസ്. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ മൊത്തം ക്ലാസ്സുകളിലും നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ എല്ലാ ക്ലാസ്സുകളിലും മൈൻഡ് പ്രോഗ്രാമിംഗ് മാത്രമാണ് നടക്കുന്നതെന്ന് അറിയുക. അത് ചിലപ്പോൾ കോൺഷ്യസ്ലി ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ സബ് കോൺഷ്യസ് ആയിരിക്കും. ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്ന ഈ ക്ലാസ് അടക്കം നിങ്ങളുടെ മൈൻഡിനെ പല സ്ഥലത്തും പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ നമ്മള് വികാരമാക്കി മാറ്റുക, ഇമോഷനാക്കി മാറ്റുക, എന്നിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഫലം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ 2020 ചേർന്നവർക്കൊക്കെ ഇത്രയും അമേസിംഗ് റിസൾട്ട് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ മറ്റാൾ പറഞ്ഞത് തെങ്ങിനെ പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോ നല്ല തേങ്ങ വരാനില്ല. കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ ഫലം ആദ്യം നമ്മൾ കണ്ടു. ഇവരെന്തിനാണ് ഇത് പറയുന്നത്? നല്ല കായ്ഫലം ഉണ്ടാവാനാണ്. ലക്ഷ്യം അവിടെ സെറ്റ് ചെയ്തു. രണ്ടാമത് അതിനോട് സ്നേഹപൂർവമായ വികാരം പ്രകടിപ്പിച്ചു. പിന്നെന്താണ് സംഭവിക്കുക? വേറെ ഒരു വഴിയുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വളരെ ലളിതമാണ്, വളരെ ലളിതം. എല്ലായിടത്തും നിൽക്കാം. നിങ്ങളൊരു പൂച്ചക്കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ പൂച്ചക്കുട്ടിയോട് സ്നേഹം കാണിച്ചു നോക്കുക, അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇതെല്ലാത്തിലും അങ്ങനെയാണ്, മൈൻഡും അങ്ങനെയാണ്. മണിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മണിയും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ മണിയോട് സ്നേഹം പ്രകടിപ്പിക്കും, അത് നിങ്ങളിലേക്ക് വരും. ഇവിടെ മണിയോട് പരാതിയാണ്. നേരത്തെ പുള്ളി പറഞ്ഞു, വളരെ എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞു. മെഡിറ്റേറ്റ് ചെയ്ത്, വിഷ്വലൈസ് ചെയ്ത്, അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് നൽകി, എല്ലാം കഴിഞ്ഞപ്പോ ദേ വന്നു. എന്ന് വെച്ചാൽ ശൂന്യതയിൽ ഉണ്ടാകുന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. നോ, ആരെങ്കിലും അന്ധവിശ്വാസമായി പറഞ്ഞേക്കരുത് ശൂന്യതയിൽ നിന്ന് കാശുണ്ടാവും എന്നല്ല പറഞ്ഞത്. അവർക്ക് കാശ് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വരാനുള്ളതായിരിക്കും അത്. അങ്ങനെ വെറുതെ വന്നതല്ല, അവർക്ക് വരാനുള്ള കാശ് തന്നെയാ വന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നിട്ട് ഓക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ അതിന് സോഴ്സ് വേണം. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നു കൊണ്ട് പറ്റില്ല. അങ്ങനെ മൈൻഡ് പ്രോഗ്രാം ആവില്ല. കാരണം മൈൻഡ് എപ്പോഴും യാഥാസ്ഥികമായി കണക്ട് ചെയ്തിട്ട് മാത്രമേ പ്രോഗ്രാം ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടെ എടുക്കാം. ധനം മാത്രം പിടിച്ചുകൊണ്ട് മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുക. മൈൻഡിനെ പ്രോഗ്രാം ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. കാരണം മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കുക, പൈസ അതിന്റെ പുറകെ വന്നോളും എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പണം വേണം, പണം വേണം, പണം വേണം, പണം വേണം എന്ന് മാത്രമാണ്. അവിടെ മാറ്റിയിട്ട് നിങ്ങളതിനെ ഗുണം വേണം, ഗുണം വേണം, ഗുണം വേണം, ഗുണം വേണം എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് പണവും വരും, ഗുണവും വരും. ഇതൊറ്റ മാത്രം മാറ്റി, ഒരു വാക്ക് മാറ്റി അല്ലേ. ഞാനിപ്പോ ഒറ്റ വാക്ക് മാത്രമേ മാറ്റിയപ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ അർത്ഥം മാറി അല്ലേ. എല്ലാവരും പറയുന്നത് എന്താണ്? പണം വേണം, പണം വേണം. പക്ഷെ നിങ്ങൾ ഗുണം വേണം, ഗുണം വേണം എന്ന് പറയും. അപ്പൊ പണവും വരും, എല്ലാ കാര്യങ്ങളിലേക്ക് വരും. യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക. വളരെ ലളിതമാണ് നമ്മുടെ മൈൻഡിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്. ഒറ്റ അക്ഷരം മാറ്റിയപ്പോൾ മൊത്തം ജീവിതം മാറുന്നത് കണ്ടോ. ഇതുപോലെ ആയിരിക്കും മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നിങ്ങൾ അടുത്ത കാര്യമായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് നാളെയും ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ഒരു 5 മിനിറ്റ് സമയം തരാം. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. പറഞ്ഞോ. ഞാൻ 19 ഒരാളെടുത്ത് ഒരു 1 lakh ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫണ്ടിൽ നിന്നാണ്. എനിക്ക് പരിചയം ഒരാളെടുത്ത് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനടുത്ത് കുറെ സങ്കടം പറഞ്ഞു. എന്റെ അടുത്ത് ഇപ്പൊ വാങ്ങിക്കുമ്പോ അവര് തരാറുണ്ട്. സാർ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നു, പറഞ്ഞു.
അപ്പൊ എപ്പോഴും 2000 5000 ഒക്കെ വാങ്ങിച്ചാൽ അതുപോലെ എനിക്ക് തരാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ മോന് ബിസിനസ് ചെയ്യാനാണ് 2 മാസം കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫണ്ടിന്ന് പലിശക്ക് വാങ്ങിച്ചു കൊടുത്തു, വേറെ ഗോൾഡും വാങ്ങിച്ചു കൊടുത്തു പണയം വെച്ചിട്ട്. 2 മാസമായിരുന്നു കൊടുത്ത്. 2 ദിവസം കഴിഞ്ഞ് ഗോൾഡ് 2 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളപ്പോൾ തരില്ലേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ പെട്ടു എന്ന്. അപ്പൊ എനിക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ കുറേ പറഞ്ഞപ്പോൾ ഒരു പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ ഒരു 25 രൂപ കിട്ടി. 30 കൊടുത്തു, 5 പോലീസ് എടുത്തു, 2 എന്നോടും പോലീസ് വാങ്ങി, 22 കിട്ടി. പിന്നെ ഇവരെ അഡ്രസ് ഇല്ല, ഇവര് വാടകയ്ക്ക് പോയി മാറി പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവര് വരെ കണ്ടുപിടിച്ചില്ല. ഇപ്പം ഞാൻ അവരെ കണ്ടുപിടിച്ചു. കഴിഞ്ഞ ദിവസം എനിക്ക് 5000 രൂപ എന്നുവെച്ചാൽ ഡെയിലി 500 വെച്ചിട്ട് ഈ ഡിസംബർ മാസം മുതൽ തരാമെന്ന് പറഞ്ഞ് 5000 രൂപ ഈ ഞായറാഴ്ച എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നു. അപ്പം 1 ലക്ഷം അങ്ങനെ തരാമെന്ന് പറഞ്ഞു. മറ്റവരാണെങ്കിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും, നിങ്ങൾ പറഞ്ഞല്ലേ കൊടുത്തതെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു അത്. അപ്പം 5000 വെച്ച് തരാമെന്ന് തീരുമാനമാക്കി. 19 കൊടുത്തതാണ്, ഇതിപ്പോ 24 25 ആവാൻ പോകുന്നു. അവരെ പോലീസുകാർക്ക് വരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ 2 മാസം മുമ്പേ ഞാൻ അവരെ പോയി കണ്ടുപിടിച്ചു, പറഞ്ഞു, തീരുമാനാക്കി. 5000 വന്നു. അപ്പൊ ഇനി ഓരോ ദിവസം 500 വെച്ചിട്ട് 10 ദിവസം കൂടുമ്പോ 5000 വെച്ച് തരാന്ന്, മാസം 15000 തരാൻ തീരുമാനിച്ചു. വെരി ഗുഡ്, ഭയങ്കര വെരി ഗുഡ്, സമാധാനം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ അങ്ങനെ മാറ്റം ഉണ്ടാവും. അവര് തരില്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. അത്രയും വിഷമമുള്ള ടീമാണ് അവര്. പക്ഷെ തന്നു. സാറേ, എനിക്കൊരു കാര്യം പറയണ്ടേ. ആ, മോളി എന്നാണ് എന്റെ പേര്. ആരാ? മോളി എന്റെ പേര് ആ, മോളി എന്നാണ്. ആ, മോളി പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിദേശത്ത് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ കഴിഞ്ഞ മാസം എനിക്ക് ഓഫർ കിട്ടും, വിസിറ്റിംഗ് ടിക്കറ്റും ഒക്കെ കൺഫേം ആയിരുന്നു. പക്ഷെ പോണേന്റെ കഴിഞ്ഞ മാസം 16-ാം തീയതി ഞാൻ പോകേണ്ടതായിരുന്നു. പെട്ടെന്ന് 2 ദിവസം മുന്നേ പറഞ്ഞത് എന്താ അവിടെ കമ്പനിയുടെ ഇഷ്യൂ ഉണ്ടായി, റിജക്ഷൻ ആയി. ഇനിയിപ്പോ കുറച്ച് ദിവസത്തെ കമ്പനി കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇതുവരെ അതിനെപ്പറ്റി ഒരു റിപ്ലൈ വന്നിട്ടില്ല, ഓഫർ ലെറ്റർ വന്നിട്ടില്ല. വിസ കയ്യിലുണ്ട് നമുക്ക്, പക്ഷെ നമുക്ക് വേറെ ഒരു കമ്പനി കിട്ടില്ല. അപ്പൊ സാറ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യത്തെ പറ്റി? കിട്ടും, എനിക്ക് കിട്ടും, ഏ എനിക്ക് കിട്ടും. പിന്നെന്താണ് ഇപ്പൊ അതിനകത്ത് ഒരു ഡൗട്ട്? പിന്നെ സാർ എന്തിനാ പിന്നെ എന്നോടെ ഇത്രയും സമയം ഞാൻ എന്താ പറഞ്ഞത്? വിശ്വസിക്കുക. അപ്പൊ പിന്നെ സാർ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ആവശ്യമുണ്ടോ? സാറിന്റെ ആവശ്യമുണ്ടോ അവിടെ? പിന്നെ സാറേ, ആവശ്യമില്ല. സാറിന്റെ ആവശ്യമില്ലല്ലോ അവിടെ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അങ്ങനെയല്ലേ? നിങ്ങൾ മോളി എന്താണ് യേശുദേവൻ നമ്മളെ പഠിപ്പിച്ചത്? വിശ്വസിക്കുക, വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അത് തന്നെ, സെയിം തന്നെ. പക്ഷെ നമുക്കുള്ള വിഷയം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതങ്ങനെ അതിനാണ് ആ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്, മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ പോലെ ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച് തുടങ്ങുന്നതിന് ചെറിയ പൈസയേ ഉള്ളൂ. അതിൽ ചേർന്നിട്ട് നമ്മുടെ 7ഓളം ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ടെക്നിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ അന്നേരം തന്നെ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ വരും. എളുപ്പത്തിലാണ്, വളരെ എളുപ്പമാണ്. വലിയ ടെൻഷൻ അടിക്കുന്ന വേണ്ട കാര്യം. ആദ്യം നിങ്ങൾ അതിന് വിശ്വസിച്ചാൽ മാത്രം മതി, സംഭവിച്ചിരിക്കും. സാർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാറേ. ഞാൻ ഫോർമേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ണടച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ നേരം എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ മുഖങ്ങളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ പൂക്കളായിരിക്കാം, ചിലപ്പോ അങ്ങനെ. അതെന്താണെന്നൊരു ഡൗട്ട്. അങ്ങനെ പറയാൻ പാടില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് ചോദിക്കണം. ഞാനിപ്പോ അഫർമേഷൻ ഒക്കെ പറയും. എന്തിനാണ് സിറ്റുവേഷൻ നിങ്ങൾ പറയണേ? എനിക്ക് ഹെൽത്തിലും വെൽത്തിലും എല്ലാത്തിലും ഓരോ ഇതുണ്ട്. അപ്പൊ അത് ഒരു ഇതില് ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്താ കാണുന്നത്? പുഷ്പങ്ങളോ?
ചിലപ്പം പൂക്കളായിരിക്കും. ചിലപ്പോ എനിക്ക് യാതൊരു അറിവില്ലാത്ത മനുഷ്യരുടെ നല്ല വികൃതമല്ല, അല്ലാത്ത ഫേസ് ആണ്. എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും, ആയിക്കോട്ടെ. അവരുടെ മുഖമായിട്ടാ വരുന്നത്. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ? സന്തോഷമല്ല, ഇതെന്താ അങ്ങനെ വരണേന്ന് എനിക്കറിയില്ല. കാരണം ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്, എന്താന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ശരി, അത് കാണുമ്പോൾ നിങ്ങളെ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണോ കാണുന്നതല്ല പേടിപ്പിക്കുന്നതാണോ? അല്ല, പേടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് പോരുക. ആര് കണ്ടാലും അത് കണ്ടാൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ലേ, നമ്മളതിനെ ആസ്വദിച്ചാൽ പോലെ. ഓക്കെ ഓക്കെ, അതൊന്നും ക്വസ്റ്റ്യൻ ഇല്ല, അത് നമ്മൾ ആസ്വദിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഇരുന്ന് കണ്ണടച്ചിരിക്കും, നിങ്ങൾ മാലാഖയെ കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാലാഖയെ കാണാൻ പറ്റുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ മാലാഖയെ മുമ്പ് കണ്ടിട്ട് പരിചയമുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും കണ്ണടച്ചിരുന്ന് ഞാൻ പിങ്ക് ആനയെ പറ്റി വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാവരും പിങ്കാന, നടക്കൂല സാറേ, പിങ്കാന ഇല്ല, പിന്നെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു പറഞ്ഞ ആൾക്കാരാണ്. ഞാനന്ന് കണ്ടില്ല സാർ, അന്ന് ഞാൻ ഉണ്ടായിരുന്നു 2020 എനിക്ക് അന്നൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഞാൻ കണ്ണടച്ച് എന്ത് കാര്യം വേറൊരാൾക്കാരുടെ മുഖമാണ് എനിക്ക് വരണം, അല്ലെങ്കിൽ പൂക്കളായിരിക്കും. മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? മെഡിറ്റേറ്റിംഗ് സാറിന്റെ അതിനകത്ത് ഞാൻ കയറുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറണ്ടേ? നിലവിൽ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല മെഡിറ്റേറ്റ് ചെയ്യുമ്പോ, അത് നല്ലതാണ്. അതിന്റെ മെഡിറ്റേഷന്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, എനിക്ക് ഇരിക്കുമ്പോ കാല് രണ്ടും മരവിച്ചു പോണോണ്ട് ഞാൻ നീണ്ടു നിവർന്ന് കിടന്നിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് സാർ. പാടില്ല. അയ്യോ, കാല് മരവിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ കാലുണ്ട് എന്നല്ലേ? അത് ഉള്ളത് കൊണ്ടല്ലേ മരവിച്ചത്. അപ്പൊ പിന്നെ കുറച്ച് ചെയ്തോണ്ടിരിക്കുമ്പോ ആ മരവിപ്പ് പോവില്ലേ? ശരീരമല്ലേ ചെയ്യുക, സ്ഥിരമായി അത് തന്നെ. കിടന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത് എപ്പോഴും ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എപ്പോഴെങ്കിലും പറ്റുമോ? ശീലം ഉണ്ടാക്കണ്ടേ, പുതിയ ശീലം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം, കാരണം മരുന്നിന്റെ സെഡേഷൻ ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് കൂടുതൽ. പുറത്ത് കിടക്കണ്ടേ? കിടക്കണം. അപ്പൊ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത്? അത് ചെയ്തിട്ടല്ലേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, പഠിപ്പിച്ച സെയിം കാര്യം. രജനി പറയൂ. ഞാൻ 2020 മെഡിറ്റേഷനിൽ ചെയ്തതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അന്ന് ഞാൻ മകനൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു പറഞ്ഞത്. ബാംഗ്ലൂര് വോൾവോ കമ്പനിയില് ജോലി വേണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ November 30 ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ശരിയായിട്ടില്ല. December 5 ഒരു ജോലി കിട്ടി. പക്ഷെ വിചാരിച്ച ജോലിയല്ല, ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാനിപ്പം വിഷൻ ബോർഡില് ഉണ്ട്. അപ്പൊ ഞാനത് ആദ്യം തന്നെ എഴുതാൻ പറ്റുമോ, എങ്ങനെയാ? അല്ല, അത് നോക്കൂ, നിങ്ങൾ അവന് അവിടെ ജോലി വേണം എന്ന് പറഞ്ഞു. അവിടെ വോൾവോ കമ്പനിയില് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചു, അത് മാത്രം മതിയോ ഒരു ജോലി കിട്ടാനായിട്ട്? അവന്റെ ഊർജവും ആ ജോലിക്ക് കാപ്പബിൾ ആണോ? അവനതായിരുന്നു പഠിച്ചതൊക്കെ, അതായിരുന്നു അവന് ഇഷ്ടമായിരുന്നു. പഠിച്ചതോ അല്ലല്ലോ വിഷയം, ഊർജത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, എനർജി. അതിനെ ആ ജോലിക്ക് ഉൾക്കൊണ്ടിട്ടുള്ള എനർജി അവനുണ്ടോ? ആ കമ്പനിയിൽ കയറാനുള്ള എനർജി അവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവന് ഇഷ്ടമായിരുന്നു അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഇഷ്ടങ്ങളെല്ലാം നടക്കുന്നുണ്ടോ? അപ്പൊ ഇപ്പം കിട്ടിയത് ടെക്നോമിക്കിലാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അങ്ങനെയല്ല ഒരു ജോലി കിട്ടുക, അതിന് ആത്മാർത്ഥമായി പരിശ്രമം അവർ ചെയ്യണം, അല്ലെങ്കിൽ ജോലി കിട്ടില്ല. പലപ്പോഴും ചിലപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ അവിടെ ജോലി കിട്ടണമെന്ന് മാനിഫെസ്റ്റ് ചെയ്തു, പക്ഷെ പ്രകൃതിയുടെ നിയമം മറ്റൊരുത്താണ് അവനുള്ളതെങ്കിലോ? ചിലപ്പോ ഇതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ചിലപ്പോ ഓൾബോയിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോ 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുമായിരിക്കും. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും 2.5 ലക്ഷം, 1 വർഷം കഴിഞ്ഞിട്ട് 2 ലക്ഷം തന്നെ ആയിരിക്കുകയും മറ്റൊരു കമ്പനിയിൽ അവൻ ഇപ്പോൾ ജോലി കിട്ടി 50,000 കിട്ടിയിട്ട് 1 വർഷം കഴിയുമ്പോൾ അവന് 4 ലക്ഷം രൂപ കിട്ടുന്ന ജോലി കിട്ടുകയാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഉചിതം? അങ്ങനെയാണ് ഞാനും മനസ്സിന് സമാധാനിപ്പിച്ചത്. പ്രകൃതി അങ്ങനെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അത് കിട്ടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം.
പ്രത്യേകിച്ച് കരിയറിന്റെ കാര്യത്തിലൊക്കെ. അത് അവൻ തന്നെ പ്രിപ്പയർ ആവണം. അപ്പോൾ മാത്രമേ സംഭവിക്കൂ. അത് അങ്ങനെ മാത്രമേ സംഭവിക്കാവൂ. അത് നിയമമാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ മറ്റുള്ളവർ കർമ്മത്തിലെടുത്ത് കൈയെടുത്തുകയല്ലേ. അത് പാടില്ല. അത് ശരിയല്ല. അപ്പൊ അതില് എന്താണ് എഴുതേണ്ടത്? ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾ അവന്റെ നല്ലതിനെ പറ്റി ആഗ്രഹിക്കുക. ഇന്ന കമ്പനിയിൽ അവൻ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവന് ഇത്ര രൂപ ശമ്പളമുള്ള ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ പോരെ. അതല്ലേ നിങ്ങൾക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കമ്പനി ജോലി കിട്ടണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? നിങ്ങളുടെ ഇത്ര രൂപ ശമ്പളത്തിൽ ജോലി കിട്ടണമെന്നാണോ ആവശ്യം? നല്ല ജോലിയായിരിക്കണം, നല്ല സാലറി. അല്ല, നല്ല ജോലിയൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവൻ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചല്ലേ? അല്ലേ? അതെല്ലാവരുടെ ആഗ്രഹം. എനിക്ക് നല്ല ജോലി വേണമെന്നില്ല. ഞാനിന്ന് 6ാമത്തെ ക്ലാസ് ആയിരുന്നു എടുക്കുന്നത്. എനിക്ക് നല്ല ജോലിയാണോ ഇല്ലയോ എന്ന് ഞാനിത് എങ്ങനെ ആസ്വദിച്ചെടുക്കുന്നു അതനുസരിച്ചല്ലേ. അതല്ല, നമുക്ക് എത്ര രൂപ ശമ്പളമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എത്ര ശമ്പളം കിട്ടുന്നു, എത്ര ആ വർക്ക് എൻവയറമെന്റ് എങ്ങനെ ആയിരിക്കണം. അപ്പൊ നമുക്ക് നല്ല വർക്ക് എൻവയറമെന്റിൽ നല്ല ജോലി ഉണ്ടാവണം. അതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കമ്പനി മാറി വരും. ഒരു കമ്പനിയിൽ ശാശ്വതമായി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ 3 വർഷം എഗ്രിമെന്റോട് കൂടിയാണ് കയറിയിരിക്കുന്നത്. അപ്പൊ എവിടെയും കിട്ടാത്തോണ്ട് അവനും കയറിയതാണ്. അല്ല മാം, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്ന വെച്ച് കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്താണ് കൃത്യമായി വേണ്ടത് എന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യൂ. മറ്റ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പ്രകൃതി എങ്ങനെയാണെന്ന് കണക്ട് ചെയ്ത് തരിക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അതിന് ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞില്ലേ. ഇങ്ങനെയല്ലേ നമ്മുടെ മൈൻഡിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള അവിടെ കൊടുത്ത എഗ്രിമെന്റ് ആണോ നിങ്ങളുടെ വിഷയം? ആണോ അല്ല നിങ്ങളുടെ ശമ്പളമാണോ വിഷയം? ഏതാണ് നിങ്ങളുടെ വിഷയം? അതിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാം. ഓക്കെ സാർ. പറയൂ പെട്ടെന്ന് പറയൂ. സനു പറയുന്നത് പെട്ടെന്ന് പറയൂ. ഹലോ സാറേ. പറയൂ. സാറേ, ഞാൻ പിന്നെ സാറിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഞാൻ എല്ലാം അഫർമേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. സാറേ, എനിക്കിത് ഒരുപാട് പൈസ എന്റെ കൈ വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അതങ്ങോട്ട് പ്രയോജനപ്പെടുന്നില്ല. എല്ലാം ഒന്നും അല്ലാണ്ടായി പോവോ സാറേ. പൈസ ഇഷ്ടം പോലെ കൈ വരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെറിയ ബിസിനസ്സും ഉണ്ട്. ബിസിനസ്സിന് വലിയ ലാഭമൊന്നും ഇല്ല. എങ്കിലും എനിക്ക് അതെന്താന്ന് അറിയത്തില്ല സാറേ. അതറിയാമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞു. ഊർജ്ജതരം നമ്മുടെ ഊർജ്ജം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്ലാസ്സിൽ തന്നെ ഇതേ കാര്യം പറഞ്ഞില്ലേ. ഇപ്പൊ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞില്ലേ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതിന് നിങ്ങൾ ഊർജ്ജം കൂട്ടണം, നിങ്ങളുടെ എനർജി കൂട്ടണം. പൈസ ഉണ്ടായത് മാത്രം കാര്യമില്ല. നിങ്ങൾ പൈസ വെക്കുന്ന പാത്രം, നിങ്ങളുടെ മണി ബോൾ എന്ന് പറയുന്ന സാധനം വളരെ ലോ ആണ്. അതുകൊണ്ട് പൈസ നിൽക്കില്ല. അത് കൂട്ടണം. അതിന് കൂട്ടാൻ നിങ്ങൾ പ്രോഗ്രാംഡ് ആയേ പറ്റുള്ളൂ. നിങ്ങളുടെ മൈൻഡിലെ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യണം. ഞാൻ ഇന്നതിന് ഉദ്ദേശിച്ച് വെക്കുമ്പോ അത് വേറൊരു വഴിയിലേക്ക് അങ്ങ് പോവാ. ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവം കോൺസെപ്റ്റ് കാര്യം മനസ്സിലായി. ഇതിന്റെ വഴി നിങ്ങൾ പാത്രം കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ സാധനം എടുത്തു വെക്കാൻ. അതിന് കൂട്ടാനുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് മെഡിറ്റേഷനും മറ്റു ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിന് പതുക്കെ കൂട്ടിക്കൊണ്ടുവരണം. മണി മൈൻഡ്സെറ്റ്. ഞങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. മണി മാനിഫെസ്റ്റേഷൻ, മണിയുടെ മൈൻഡ് നമ്മളെ കൂട്ടാനുള്ള സാധനം. അതിലൂടെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കൂട്ടിയെടുക്കണം. അപ്പൊ മാത്രമേ സാധ്യം. പിന്നെ സാറേ, ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങോട്ട് ബിസിനസ്സിൽ അങ്ങോട്ട് കസ്റ്റമറിനെ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ എല്ലാവരുമായിട്ട് നല്ലതായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാ. പക്ഷെ എന്റെ സ്ഥാപനത്തിൽ ഒരാൾ വന്ന പിന്നെ അവിടെ വരത്തില്ല. ഞാനെന്നാ നല്ല രീതിയിൽ പിരിഞ്ഞോട്ടോ. ഇതൊക്കെയാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇന്ന് ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ചേർന്നു സാറേ ചേർന്നു. അതൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഒന്നും മനസ്സിലായില്ല ഞാൻ പഠിപ്പിച്ചതിനകത്ത്. സാറേ, സാറിന്റെ ക്ലാസ് എല്ലാം കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. എനിക്ക് സാറിനോട് അതിന് നന്ദി പറയണമെന്നുണ്ട്. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ ഞാൻ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വിഷമില്ല ഇപ്പൊ. എന്തുണ്ടെങ്കിലും ഞാൻ സാറിന്റെ ക്ലാസ് ഓർക്കും. എനിക്ക് അങ്ങ് ഹാപ്പിയാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ.